സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, എത്രമാത്രം നന്മകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞ 3 ദിവസങ്ങൾ കൊണ്ട്. നമസ്കരിക്കുന്നു, ദിക്ർ ചെയ്യുന്നു, വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ നടത്തുന്നു, പഠനങ്ങൾ നടത്തുന്നു, സാധുക്കളായ ആളുകളെ സഹായിക്കുന്നു. എല്ലാം സ്വർഗമെന്നുള്ള ആ സന്തോഷത്തിന്റെ ഗേഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുന്ന വേളയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പഠിപ്പിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സംഭവം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഒരാൾ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ മാർഗതടസ്സമുണ്ടാക്കി ഒരു മരക്കൊമ്പ് ഒടിഞ്ഞു കിടക്കുന്ന കാഴ്ച ആ മനുഷ്യൻ കണ്ടു. അദ്ദേഹം ആ മരക്കൊമ്പ് വെട്ടിമാറ്റാൻ നിന്നാൽ സുബഹിന്റെ ജമാഅത്ത് നഷ്ടമാകും. ഇനി വെട്ടിമാറ്റാതെ പോവുകയാണെങ്കിൽ പടച്ചവന് മുമ്പിൽ കുറ്റക്കാരനാകുമോ എന്നുള്ള പേടി. അവസാനം ആ മനുഷ്യൻ ആ മരക്കൊമ്പ് വെട്ടിമാറ്റിയിട്ടാണ് സുബഹി നമസ്കരിക്കാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറയും, ഇന്ന് ഇവിടെ സ്വർഗവാസിയായ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ടുണ്ട്. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഒരു സാധുവായ ഒരു മനുഷ്യൻ അവിടെ സുബഹിന്റെ ജമാഅത്തിന് ശേഷം ദിക്റിൽ കഴിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പഠിപ്പിച്ചു കൊടുത്തത്, വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിച്ച് കിടന്നിരുന്ന ഒരു മരക്കൊമ്പ് മുറിച്ചു മാറ്റി ഈ മനുഷ്യൻ സ്വർഗം നേടിയിട്ടുണ്ടെങ്കിൽ നമ്മളെയൊക്കെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന റബ്ബ് എത്രത്തോളം കാരുണ്യവാനാണ്. നമ്മൾ പലപ്പോഴും പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ കയ്യിൽ വീട്ടിലെ മാലിന്യങ്ങൾ ഉണ്ടാവുക. ജനങ്ങൾ നടക്കുന്ന വഴിയിലോ മറ്റുള്ളവന്റെ പറമ്പിലേക്കോ ആ വീട്ടിലെ മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ നമ്മുടെ പ്രതീക്ഷ നാം നമസ്കരിക്കുന്ന നമസ്കാരം നമുക്കൊരു മുതൽക്കൂട്ടാകുമെന്നാണ്. നമുക്ക് ഹദീസിന്റെ വെളിച്ചത്തിൽ 100% തറപ്പിച്ചു പറയാൻ കഴിയും. അത്തരത്തിലുള്ള ഇബാദത്തുകൾ അല്ലാഹു തആല പരിഗണനയ്ക്ക് വെക്കുക പോലുമില്ല. ഇവിടെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ റമദാൻ നമ്മെ പഠിപ്പിക്കുന്നത്, മറ്റുള്ളവന്റെ വേദന കൂടി നമ്മൾ മനസ്സിലാക്കണം. വഴിയെ നടന്നു വരുന്ന ഒരുവന്റെ ബുദ്ധിമുട്ട് നമ്മളിലൂടെയാണ് ഉണ്ടാവുന്നതെങ്കിൽ നാം അനുഷ്ഠിക്കുന്ന വ്രതമോ നാം ചെയ്യുന്ന ഇബാദത്തുകളോ ഒന്നും തന്നെ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല എന്നുള്ളത്. അപ്പോൾ നിസാരമായി മരക്കൊമ്പ് മുറിച്ച് സ്വർഗം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കും സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഇത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ നോമ്പ് നമുക്കതിന് ഉപകാരപ്രദമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.